ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും കയറാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് 19th ലെസൺ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന 5th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു 19ാമത്തെ ലെസൺ. അതില് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ കണ്ടു. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നുള്ളൂ. അതായത് എന്താണ് ഒരു കാന്തിക മണ്ഡലവും ഇൻഡക്റ്റീവ് ഇ എം എഫും തമ്മിലുള്ള ബന്ധം പറയുന്നത് കോയിലിന്റെ പ്രതലത്തിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് 5B ബന്ധപ്പെടുത്തിയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫാരഡേസ് ലോ വെച്ചിട്ട് പഠിച്ചത്. പിന്നെ അതുപോലെ ലെൻസസ് ലോ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറന്റിന്റെ ദിശ അത് ആരുടെ മാറ്റത്തിനനുസരിച്ചായിരിക്കും? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മാറ്റത്തെ തടയുന്ന രീതിയിലായിരിക്കും. ആ രണ്ട് ലോസ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു നിർത്തി. ആൻഡ് ദ നെക്സ്റ്റ് പോർഷൻ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻഡക്റ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇൻഡക്റ്റൻസ്? അത് നമ്മൾ ഇൻഡക്റ്റൻസിന്റെ ജസ്റ്റ് ഒന്ന് തുടങ്ങി. അതില് രണ്ട് ഇൻഡക്റ്റൻസ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. അവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. സെൽഫ് ഇൻഡക്ഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു കോയിലിലെ കറന്റിന് മാറ്റം സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്. ആരുടെയോ ഫോണാണ്, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. ഓൾറെഡി എനിക്ക് തന്നെ ഡിസ്റ്റർബൻസിന്റെ ആണ് കേട്ടോ. മഴയുള്ളതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഓരോ ടേണിലുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫും, അതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ ആവുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് ഒരു കോയിലല്ല, പകരം ഒരു പെയർ ഓഫ് കോയിലിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്ലക്സുകളെല്ലാം, മാഗ്നറ്റിക് ഫ്ലക്സുകളെല്ലാം നമ്മൾ അവിടെ എടുക്കും. ആ ഫ്ലക്സ് വരുമ്പോൾ അവിടെ ഒരു മാറുന്ന കറണ്ടും ആ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അവിടെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുന്നത്. പിന്നെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ്, അതായത് ഒരു കോയിലിലെ കറണ്ട് മാറുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ വ്യതിയാനം വരികയും അതേ കോയിലിന്റെ തന്നെ ഇ എം എഫ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു പാരഗ്രാഫ് മതിയോടെ. ഇനി അതിലെ ഫാരഡേസ് ലോയുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? അതിന് ശേഷം ഇൻഡക്ടറിന്റെ സിമ്പൽ നമ്മൾ പറഞ്ഞതാണ്. ഞാൻ പിന്നെ തുടങ്ങുന്നതുകൊണ്ടാണ് ആ പാരഗ്രാഫ് വെച്ച് തുടങ്ങിയത്. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ്, കോയിൽ മാത്രം കാണിക്കുക. അതിന് മുകളിൽ രണ്ട് പാരലൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാല് അതിലെന്തുണ്ടെന്നാണ് അർത്ഥം? ആ കോയില് അയൺ കോർ ഉപയോഗിച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇത് നമ്മളന്ന് പറഞ്ഞതാണ്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് നോക്കിക്കഴിഞ്ഞാല് d∅ എന്ന നമ്മൾ ഫാരഡേസ് ലോയില് കണ്ട ഇക്വേഷനിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ അവിടെ നമ്മൾ കറണ്ടിന്, അതായത് ബയോ-സാവർട്ട്സ് ലോ അനുസരിച്ച് അതിനുള്ളിലെ കറണ്ടിനെ നമ്മൾ എടുക്കുമ്പോൾ ഫൈ എന്ന് പറയുന്നത് ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റിയുടെ ചിഹ്നം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ചിഹ്നമായ എല്ലിനെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ എൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫാരഡേസ് ലോ അനുസരിച്ച് ഇ എം എഫ്, ആ കോയിലിനുള്ളിൽ ഉണ്ടാകപ്പെടുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ്, അതായത് നമ്മൾ നെഗറ്റീവ് സൈൻ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ലോയില്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നെഗറ്റീവ് യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ഓഫ് d∅dt എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് d ഇൻറ്റു n∅dt ആണ്. നിങ്ങളെ ഇക്വേഷൻ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത്, കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം സിമ്പിളും നിങ്ങളുടെ ഗൈഡിലായിരിക്കും. ഗൈഡിൽ പേജ് നമ്പർ 146 ടെക്സ്റ്റില് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം, നോ പ്രോബ്ലം. ടെക്സ്റ്റിലാവുമ്പോൾ ഒന്നുകൂടി യൂണിറ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് ഇൻഡക്റ്റൻസ് ആയിട്ടാണ്. അവിടെ ഇപ്പോൾ യൂണിറ്റ് ഓഫ് ഇ എം എഫ് ബൈ യൂണിറ്റ് ഓഫ് dl/dt വരും. യൂണിറ്റ് ഓഫ് ഇ എം എഫ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഇതിൽ ജസ്റ്റ്
അതിന്റെ സിമ്പിൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതാണ് ഇക്വേഷൻ. സോറി, പേജ് മാറിപ്പോയി. സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ ബയോസാവർട്ട്സ് ലോ അനുസരിച്ച് എടുക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? d5/dt നെഗറ്റീവ് ആണ്, മൈനസ് എൽ dl/dt നെഗറ്റീവ് എൽ ഇൻറ്റു I2 മൈനസ് I1/t. ടൈമിന് അവിടെ സാധ്യതയുണ്ട്. ഇനി അത് സോളിനോയിഡിൽ വരുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താവും? ഒരു സോളിനോയിഡിലാണെങ്കിൽ സോളിനോയിഡിലെ ഇക്വേഷൻ വരുമ്പോൾ L ഈസ് ഈക്വൽ ടു ന്യൂ0 n² A/I ആണ്. L ആയിട്ട് എടുക്കാം, ബൈ L, സ്മോൾ ലെറ്റർ L ആണ്. ഇതാണ് സോളിനോയിഡിലെ സെൽഫ് ഇൻഡക്റ്റൻസ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയാണ് അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ N എന്ന് പറയുന്നത് ആ കറണ്ട് പാസ് ചെയ്യുന്ന ഇത്ര എണ്ണം കോയിലുകൾ ഉണ്ടല്ലോ, അതിന്റെ എണ്ണത്തിനെയാണ് N സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സോളിനോയിഡിന്റെ ഏരിയ, L ലെങ്ത്, N ടേൺ ഓഫ് കോയിൽ ആണ്. ഓക്കെ, അപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ആവശ്യമുള്ളത് മാത്രം പറയാണ്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡെഫിനിഷൻ അറിയുക. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസിലെ ഫാരഡേസ് നിയമം വെച്ചിട്ടുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അത് തന്നെ സോളിനോയിഡിൽ വരുമ്പോൾ എങ്ങനെയാണ്. ഇത്രയും മതി അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കാൻ. പിന്നെ അതിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. യൂണിറ്റ് എന്താണ്? ഓം സെക്കൻഡ് ആണ്. ഓം സെക്കൻഡ്. പിന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ എന്തുകൂടി പറയാറുണ്ട്? ബാക്ക് EMF എന്ന് പറയാറുണ്ട്. നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞു പോകുമ്പോൾ ടെക്സ്റ്റിലെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് സെന്റൻസ് മിസ്സായാല് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലെ മാർക്ക് നഷ്ടമാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, സെൽഫ് ഇൻഡക്റ്റൻസ് EMFനെ നമ്മൾ ബാക്ക് EMF എന്നും വിളിക്കാറുണ്ട്. ബാക്ക് EMF എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ആ ഒരു പാരഗ്രാഫ് നോക്കിക്കേ. എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ്, മാറുന്ന കറന്റിന്റെ റേറ്റിന്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ദ ചേഞ്ച് ഇൻ കറന്റ്, ആ കറന്റിലെ മാറ്റത്തെ അത് ആശ്രയിച്ച് ഇരിക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനിൽ ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് ആ പേജിലെ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് തന്നെ അറിഞ്ഞിരുന്നാലും മതി. അതായത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിൽ, നമ്മൾ അവിടെ എടുക്കുന്നത് പെയർ ഓഫ് കോയിൽസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു കോയിലില് കറണ്ട് വ്യതിയാനം സംഭവിച്ചാൽ, ഒരു മാറ്റം സംഭവിച്ചാൽ അതൊരു ഫ്ലക്സിന്റെ വ്യതിയാനത്തിന് കാരണമാവുകയും അതുവഴി തൊട്ടടുത്തുള്ള കോയിലിലെ വൈദ്യുതി പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യും. നമ്മൾ എടുക്കുന്നത് എന്താണ്? പെയർ ഓഫ് കോയിൽസ് ആണ്. അതുകൊണ്ടാണ് ഒരെണ്ണത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമ്പോൾ അതുവഴി തൊട്ടടുത്തുള്ള കോയിലിലെ വൈദ്യുതി പ്രവാഹത്തിനും കറന്റിനും കൂടി അത് ബാധിക്കുന്നത്. ഏതെങ്കിലും ഒരു കോയിലിലെ വൈദ്യുതി പ്രവാഹത്തിന്റെ മാറ്റം കൊണ്ട് തൊട്ടടുത്തുള്ള കോയിലിലെ EMF ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷന്റെ കോഎഫിഷ്യന്റ് കൂടി നോക്കി വെക്കാം. മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. E2 is equal to d5/dt, നെഗറ്റീവ് ആണ്. അതിന് it is equal to minus m dl/dt equal to minus m of I ആണ്. L അല്ല, സോറി, I ആണ്. കറന്റ് ആണ് എടുക്കുന്നത്. വ്യതിയാനം വരുന്ന കറന്റ് ആണ് I2 മൈനസ് I1/t. ഇത്ര സെക്കൻഡില്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. അത് വരച്ചു വെക്കണേ, ഹെൻറി ആണ്. സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഹെൻറി പറഞ്ഞു പോകുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങളത് കളയരുത്. യൂണിറ്റ് ഓഫ് L എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഓം പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ ഹെൻറി എന്ന് വിളിക്കുന്നു. ഓം പെർ സെക്കൻഡ് ഈസ് കോൾഡ് എ ഹെൻറി. അതാണ് ടെക്സ്റ്റ് വായിക്കാത്തതിന്റെ കുറവാണ്. വായിച്ചു പോരുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പോരും. ഇങ്ങനെ എടുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും മിസ്സാവും. പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. നോട്ട്സ് ഇട്ട് പോവാം, കാരണം ക്ലാസ് തീർക്കണം, മോഡൽ എക്സാം ആയി. അതുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.
അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ക്ലാസ് പോകും, മോഡൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും റിവിഷൻ ക്ലാസ് തുടങ്ങുക. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും വരുന്നത് ചോദിക്കുക. നിങ്ങൾ അതിന് ടെക്സ്റ്റ് വായിക്കണം അല്ലെങ്കിൽ ഗൈഡ് വായിക്കണം, എന്നാലേ ആ ഒരു ലെസൺ നിങ്ങൾക്ക് പരിചയമാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധനം ട്രാൻസ്ഫോമർ ആണ്. യെസ്, ട്രാൻസ്ഫോമർ എന്താണ്? ട്രാൻസ്ഫോമർ is a device which transfers electrical energy from primary windings to secondary windings. അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഗൈഡിലുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ ഇപ്പൊ വായിച്ചത്. അതായത് ഊർജത്തെ, ഒരു ഇലക്ട്രിക്കൽ എനർജിയെ പ്രൈമറി വൈൻഡിങ്ങുകളിൽ നിന്ന് സെക്കൻഡറി വൈൻഡിങ്ങുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ എന്താണ്? ദാറ്റ് ചേഞ്ചസ്, അതെങ്കിൽ മാറ്റം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. എന്ത്? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ അല്ലെങ്കിൽ കറന്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിനോമിനനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോമർ എന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. എ ട്രാൻസ്ഫോമർ ഹാസ് അറ്റ്ലീസ്റ്റ് 2 വൈൻഡിങ്സ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഒരു ട്രാൻസ്ഫോമറിന് കുറഞ്ഞത് 2 വൈൻഡിങ്ങുകളെങ്കിലും ഉണ്ടാകും. അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസുലേറ്റഡ് ആയിരിക്കും. ഈ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങുകളിലെ സോഴ്സ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന സംഭവത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് പ്രൈമറി വൈൻഡിങ് എന്ന് നമ്മൾ പറയുന്നത്. സോഴ്സ് സപ്ലൈ ചെയ്യുന്ന ആ ഭാഗം. ഇനി ആ ട്രാൻസ്ഫോമർ വൈൻഡിങ് കണക്റ്റഡ് ടു ലോഡ് RL, അതിനെ നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയും. വൈൻഡിങ്ങിലേക്ക് RLലേക്ക് ലോഡ് RLലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയാം. സെക്കൻഡറി വൈൻഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഉണ്ടാകപ്പെടുന്ന EMF, നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് കറന്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകപ്പെടുന്ന EMF നമുക്ക് പ്രൈമറി വൈൻഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്ങുകൾ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും, പരസ്പരം ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവര് പരസ്പരം മാഗ്നറ്റിക്കലി കപ്പിൾഡും ആയിരിക്കും. അതായത് അവര് ഒരു കാര്യത്തിലാണ് സിമിലർ ആയിരിക്കുക, മാഗ്നറ്റിസത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ഇലക്ട്രിക്കലി അവര് രണ്ടുപേരും 2 ദിശയിൽ ആയിരിക്കും. ബേസിക്കലി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫോമർ എന്ന ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? പ്രൈമറി വൈൻഡിങ്ങുകളിൽ നിന്ന് സെക്കൻഡറി വൈൻഡിങ്ങുകളിലേക്ക് ഇലക്ട്രിക്കൽ ഊർജം സപ്ലൈ ചെയ്യുന്നവരെയാണ് നമ്മൾ ട്രാൻസ്ഫോമറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രൈമറി വൈൻഡിങ്ങുകൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറ്റും. തിരിച്ച് സെക്കൻഡറി വൈൻഡിങ്ങുകളോ മാഗ്നറ്റിക് എനർജീനെ ബാക്ക് ടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. ഇനി ഒരു ട്രാൻസ്ഫോമർ ഏറ്റവും നല്ല ട്രാൻസ്ഫോമർ ആണെന്ന് നമുക്ക് എപ്പോ പറയാനായിട്ട് കഴിയും? സെക്കൻഡറി പ്രൈമറി വൈൻഡിങ്ങുകളുടെ അല്ലെങ്കിൽ കോയിലുകളുടെ റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഒരു ഫ്ലക്സ് ലീക്കേജ് പാടില്ല, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ലീക്കേജ് പാടില്ല. സോ ദാറ്റ് സെയിം മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ. സെക്കൻഡറി വൈൻഡിങ്ങിലും പ്രൈമറി വൈൻഡിങ്ങുകളിലും തമ്മിൽ ഒരേ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ലിങ്ക് ആണ് പാടുള്ളൂ. അതുപോലെ തന്നെ അവരുടെ കോറില്, ട്രാൻസ്ഫോമറിന്റെ കോറില് ഒരു എനർജി ലോസ് കണ്ടെത്താൻ പാടില്ല. ഇത്രയും ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ട്രാൻസ്ഫോമർ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ,
അപ്പോ ഒരു യഥാർത്ഥ ട്രാൻസ്ഫോമറിൽ പ്രൈമറി സെക്കൻഡറി ചുറ്റുകളുടെ അല്ലെങ്കിൽ വൈൻഡിങ്ങുകളുടെ പ്രതിരോധം 0 ആയിരിക്കണം. പിന്നെ ഫ്ലക്സ് ലീക്കേജ് പാടില്ല. അതുപോലെ തന്നെ കോറിൽ എനർജി നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ഇത്രയാണ് അവിടുത്തെ മെയിൻ പോയിന്റുകൾ. അതൊന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ട്രാൻസ്ഫോമർ 5 മാർക്കിന് ചോദിക്കില്ല. അഥവാ ചോദിച്ചാൽ അല്ലെങ്കിൽ 3 മാർക്സിന് ചോദിച്ചാൽ പോലും ബേസിക് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അവരുടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഓപ്പൺ സർക്യൂട്ടിലെ സെക്കൻഡറിന്റെ ഇക്വേഷനും സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ടിൽ അല്ലാത്തപ്പോഴുള്ള ഇക്വേഷൻ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഗൈഡിലും അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ സപ്പോസ് അങ്ങനെ പറ്റിപ്പോവാം. എങ്ങനെ പ്രൈമറി കോയിലില് അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിലെ കറന്റ് ഒരു മാറ്റം സംഭവിക്കാം. കറണ്ട് വന്നിട്ട് അവിടുത്തെ ഫ്ലക്സിന് ഒരു മാറ്റം സംഭവിക്കാം. അപ്പൊ നമ്മൾ അതിനെ എന്താക്കി എടുക്കും? dϕ/dt ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയായിരിക്കും? അവിടെ ഇത്ര നമ്പർ ഓഫ് ടേൺ ഓഫ് കോയിൽസ് ഉണ്ട്. അത് നമ്മൾ കാണുന്നത് EP, അതായത് പ്രൈമറി വൈൻഡിങ്സിലെ EMF E is equal to NP dϕ/dt. ഇനി സെക്കൻഡറി വൈൻഡിങ്ങിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കും, നെഗറ്റീവ് NS dϕ/dt. അങ്ങനെയാണെങ്കിൽ EP/ES എന്നുള്ളത് നമുക്ക് NP/NS ആയിട്ട് എടുക്കാം. NP/NS, അവിടെ നെഗറ്റീവ് ചിഹ്നമൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു ടേം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ടേം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് എഴുതിയാല് മാർക്ക് കിട്ടും കേട്ടോ. കുറെ നീങ്ങി പോകും. യെസ്, ഇനി സെക്കൻഡറി ഒരു ഓപ്പൺ സർക്യൂട്ടിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ എടുക്കുന്നത് പവർ ഇൻപുട്ട് പവർ ഔട്ട്പുട്ടിന് തുല്യമായിരിക്കും. അപ്പൊ EP IP എന്ന് പറയുന്നത് ES IS-ന് തുല്യമാണെങ്കിൽ IP/IS എന്ന് പറയുന്നത്, അതായത് കറന്റ്, രണ്ടിലെയും കറന്റ് എന്ന് പറയുന്നത് ES/EP ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എടുത്താൽ അത് K എന്ന കോൺസ്റ്റന്റ് തുല്യമായിരിക്കും. അതായത് അവിടെ വരുന്ന ഇൻഡ്യൂസ്ഡ് EMF ഇത്ര മടങ്ങ്, ഇവിടെ ഏതാണ് മടങ്ങ്? K ആണ് മടങ്ങ്. അപ്പൊ K ടൈംസ് അപ്ലൈഡ് EMF-ന് തുല്യമായിരിക്കും. അപ്പൊ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 1/K ടൈംസ് ആയിരിക്കും. ഒറിജിനൽ കറന്റിന്റെ 1/K ടൈംസിന് തുല്യമായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ ടെർമിനൽ എക്സസൈസും ഇന്റേണൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ എന്തോരം ടെക്സ്റ്റിൽ എന്തോക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു അവയർനെസ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് നിങ്ങളെ സ്വയം വിലയിരുത്തുക, എന്നിട്ട് ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ. പഠിച്ചു തുടങ്ങണം എല്ലാവരും. ഓൾറെഡി ഡേറ്റ് ഡിക്ലെയർ ചെയ്തു മോഡൽ എക്സാമിന് കേട്ടോ. നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ 21st ചാപ്റ്റർ, 20ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഇല്ല, അത് TMA ആണ്, അസൈൻമെന്റ് പോർഷൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് 21 അപ്പൊ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കയറും, ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അപ്പൊ ഞാൻ അത് ഒന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പേജ് നമ്പർ 220 ആണ്, ഗൈഡിലാണെങ്കിൽ 163 ആണ് പേജ് നമ്പർ.
നമ്മളിവിടെ വൈറ്റ് ലൈറ്റിന്റെ സ്പ്ലിറ്റിംഗ് ആണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. അതായത് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ആയി പല കോൺസ്റ്റിറ്റ്യൂവന്റ് കളറുകളിലേക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് വേവ് ലെങ്തുകളിലേക്ക് മാറുന്ന ആ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ എന്ന്. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും fill in the blanks ചോദിക്കാറുണ്ട്. The splitting of white light into its constituent colors or wavelength by a medium is called dash. അതിനെ ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ തരുമ്പോഴും ചിലപ്പോൾ വേറെ കുറെ വേർഡ്സ് ഉണ്ടാവും, മാറിപ്പോയത് ഡിസ്പേർഷൻ ആണ് കേട്ടോ. അത് പലപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ ഇതിലൂടെ ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിട്ട് സ്പ്ലിറ്റ് ആവും, അല്ലെങ്കിൽ ഡിസ്പേർഷന് എങ്ങനെ വൈറ്റ് ലൈറ്റ് പല കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സിലേക്ക് മാറും. മെയിൻ ആയിട്ട് നമുക്കറിയാം എന്താണ് വിബ്ജിയോർ അല്ലെ, നമ്മള് മഴവില്ല് അത് കാണാത്തവരും ആരുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് വിബ്ജിയോർ ആണ്, അതായത് റെയിൻബോയുടെ കളർ പറയുന്നത് അങ്ങനെയാണ്, വിബ്ജിയോർ ആണ്, വയലറ്റ് ഇൻഡിഗോ അങ്ങനെ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ പല ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ വിബ്ജിയോർ ആയിട്ട് ഇത് തിരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കാം, പല വേവ് ലെങ്തിലേക്ക് എത്തുമ്പോൾ ഈ ലൈറ്റിന്റെ സ്പീഡ് പലതായിട്ട് മാറുന്നുണ്ട്. അതായത് ഡെൻസർ റീജിയനിൽ നിന്ന് ഡിപ്രസീവ് റീജിയനിലേക്ക് എത്തുന്ന ഒരു ഭാഗം, അങ്ങനെയൊക്കെയാണ് അത് പറയാം. അതുകൊണ്ടാണ് ലൈറ്റ് പല നിറങ്ങളായിട്ട് മാറുന്നത്, പല ആംഗിളുകളിൽ, അങ്ങനെയാണ് പറയുന്നത്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ലെസണിൽ കൂടുതൽ പഠിക്കുക. അപ്പൊ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്ത് വരാം. Okay, dispersion of light. Natural phenomenon like rings around planets. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മള് സോളാർ സിസ്റ്റം നോക്കുന്ന സമയത്ത് പല പ്ലാനറ്റ്സിന് ചുറ്റും ഇങ്ങനെ ഒരു റിങ്സ് ഉണ്ടാവും, ഒരു വലയം പോലെ പിക്ചറിലാണെങ്കിലും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റെയിൻബോ cannot be explained by the rectilinear propagation of light. ഇതൊന്നും നമുക്ക് എന്താണ് ലൈറ്റിന്റെ സ്പ്ലിറ്റിംഗ് ആണ് എന്നൊന്നും നമ്മൾ ആദ്യം അറിയുന്നില്ല, അല്ലെങ്കിൽ കാണുമ്പോൾ സംതിങ് എന്താണ് വണ്ടർ അല്ലെ. നമ്മളിപ്പോ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് സയന്റിസ്റ്റ് ഒന്നും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാത്ത സമയത്ത് ഇപ്പൊ സൺ ഈസ് എ സ്റ്റാർ, അല്ലെങ്കിൽ സ്റ്റാർ മൂന്നും സണ്ണൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ടാണെന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്ന എപ്പോഴാണ്, ശാസ്ത്രജ്ഞന്മാർ അതിനെ പറ്റി പഠിപ്പിക്കുമ്പോഴാണ്. അതുവരെ നമുക്ക് വണ്ടറാണ് അല്ലെ. അപ്പോ അത്രയും വലിയ ഒരു സോളാർ സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ പഠനം എത്തുന്നത് സയന്റിസ്റ്റുമാര് ചെറിയ ചെറിയ ലൈറ്റിന്റെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങൾ ചെയ്തിട്ടാണ്. അപ്പൊ ഒരിക്കലും ലൈറ്റിന് അതിനു മുമ്പ് നമുക്ക് റെക്ടീലിയനർ പ്രൊപ്പഗേഷൻ വഴി ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ പിന്നീട് എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്, നമ്മള് ലൈറ്റിനെ ഒരു വേവ് നേച്ചർ ഉള്ള ഒരു ഘടകമായിട്ട് എടുക്കുന്നു. അങ്ങനെ ലൈറ്റ് വേവ്സിനെ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളായിട്ട് എടുത്ത് അതിനെ ഒരു 3x10⁸ മീറ്റർ/സെക്കൻഡ്⁻⁻1 എന്ന സ്പീഡിലൂടെ വാക്വത്തിലൂടെ നമ്മൾ കടത്തിവിട്ടു. എന്നിട്ടാണ് അതിലൂടെ പല ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ പിന്നീട് ചെറിയ ചെറിയ ലൈറ്റുകളായിട്ട് തിരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പോ സൺലൈറ്റിന് തന്നെ, നമ്മുടെ സൂര്യന്റെ വെളിച്ചത്തിന് തന്നെ സ്പ്ലിറ്റ് ആയി 7 നിറങ്ങളാവാൻ പറ്റും എന്നതാണ് അല്ലെ. Thus color may be identified with the wavelength. You have already learned that the speed and wavelength of wave change when they travel from one medium to another. ഇപ്പൊ നമുക്കറിയാം മഴക്കാറ് വെക്കുമ്പോഴാണ് ഈ സൂര്യവെളിച്ചം തന്നെ വന്നിട്ടാണ് റെയിൻബോ ആവുന്നത്. അപ്പൊ അവിടെ എന്താണ്, സണ്ണിന്റെ ലൈറ്റ് പല വേവ് ലെങ്തിലൂടെ തട്ടി പോകുമ്പോഴാണ്
ആ 7 കളറുകളായിട്ട് മാറണം. അല്ലെങ്കിൽ അതിന് ഒറ്റ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഇൻഡിഗോ അതായിട്ട് മാറിയാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, ഒരു നിശ്ചിത വേവ് ലെങ്തിലേക്ക് എത്തുമ്പോൾ ഈ ലൈറ്റ് സ്പ്ലിറ്റ് ആവുന്നത് പല നിറങ്ങളിലാക്കാവുന്നത് എന്തുകൊണ്ടാണ്? വേവ് ലെങ്ത് ആർ ഡിഫറെന്റ്. അങ്ങനെയാണ് അവിടെ ഒരു ഫോർമേഷൻ നടക്കുന്നത്. 7 കളേഴ്സ് ആയിട്ട് സൺലൈറ്റ് സ്പ്ലിറ്റ് ആവുന്നത്. ആൻഡ് thus the colors may be identified with their wavelength. അതിന്റെ വേവ് ലെങ്തുകൾക്ക് അനുസരിച്ച് നമുക്ക് ആ നിറങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. ഓരോ മീഡിയത്തിനനുസരിച്ച് ഈ ലൈറ്റ് വേവിനും അതിന്റെ വേവ് ലെങ്തിനും മാറ്റം സംഭവിക്കാം. The refractive index nu has been defined as a ratio of speed of light in vacuum. ഒരു വാക്വത്തിൽ, അതായത് വാക്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു ബ്ലാങ്ക്. ഇപ്പൊ ഒരു മുറിയിൽ ടോർച്ച് അടിക്കുന്ന അവസ്ഥ എന്താണ്? ടോർച്ചിന്റെ വെട്ടം പോകുന്നത് വാക്വത്തിലൂടെയാണ്. ഒന്നുമില്ലാത്തൊരു മുറിയിൽ, ഒരു ബ്ലാങ്ക് റൂമില് ടോർച്ചിനെ വെട്ടടിക്കുമ്പോൾ ആ വെട്ടം, ആ ലൈറ്റ് പാസ് ചെയ്യുന്നത് വാക്വത്തിലൂടെയാണ് നമ്മൾ പറയും, ഒന്നുമില്ലാത്തൊരു അവസ്ഥ. അപ്പോ അങ്ങനെ പോകുന്ന ഒരു ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ എടുക്കുന്നത് ന്യൂ ആയിട്ടാണ്. ന്യൂ എന്നൊക്കെ വായിക്കാം. യുന് അടിയിലും ആയിട്ട് ഒരു ചെറിയ നീട്ടം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. This variation of refractive index of material with wavelength is known as dispersion. അപ്പോൾ വൈറ്റ് ലൈറ്റിന്റെ സ്പ്ലിറ്റിംഗ് ആണെന്ന് എടുക്കാം, അല്ലെങ്കിൽ ഡിസ്പേർഷന് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഡെഫിനിഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ, അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ വേവ് ലെങ്ത് ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ അതുപോലെ തന്നെ പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളിലേക്ക് വരുമ്പോൾ ഈ വേവ് ലെങ്തിന് സംഭവിക്കുന്ന മാറ്റത്തെ നമുക്ക് ഡിസ്പേർഷൻ എന്ന് പറയാം. ദിസ് ഫിനോമിനൻ, ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റിഫ്രാക്ഷൻ അല്ല. ഡിസ്പേർഷനും റിഫ്രാക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഫ്രീ സ്പേസിലും എയറിലും, എയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മുറിയിൽ വെറുതെ ടോർച്ച് അടിക്കുന്നു, പുറത്തേക്ക് ടോർച്ച് അടിക്കുന്നു, സെയിം അല്ലേ? ഒട്ടുമൊന്നുമില്ലല്ലോ, ഹിൻഡ്രൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചാൽ. അപ്പോ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയറില് വിസിബിൾ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ദേ ആർ നോട്ട് സെപ്പറേറ്റഡ്. സച്ച് എ മീഡിയം, അത്തരത്തിലുള്ള മീഡിയത്തിനെയാണ് നമ്മൾ നോൺ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് വിളിക്കുന്നത്. അതായത് ഹിൻഡ്രൻസുകൾ ഒന്നും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഏരിയനെ നമ്മൾ നോൺ ഡിസ്പേഴ്സീവ് മീഡിയം എന്നാണ് വിളിക്കുക. പക്ഷെ ഒരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ അവിടെ കമ്പോണന്റുകൾക്ക് വെള്ളത്തിലേക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളുള്ള ഒരു മുറിയിലേക്ക് അടിക്കുക. അപ്പൊ അവിടെയൊക്കെ എന്താണ് വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ, but in optically denser medium, component of wavelength travel into different speed and therefore get separated. അവിടെ വേവ് ലെങ്തുകൾ മാറാം ഓരോ ഹിൻഡ്രൻസിനനുസരിച്ച്. അപ്പോൾ അതെന്തായി? ഡിപ്രസീവ് മീഡിയം ആണ്. Does this suggest that light will exhibit dispersion whenever it passes through an optically denser medium? അപ്പോൾ ഒരു ഫ്രീ സ്പേസിലൂടെയും ഒരു ഡെൻസർ മീഡിയത്തിലൂടെയും കടന്നു പോകുമ്പോൾ പല പല വ്യത്യാസങ്ങളാണ് ഒരു ലൈറ്റ് ട്രാവലിംഗിൽ സംഭവിക്കുന്നത്. അതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രിസത്തിലൂടെയുള്ള ഡിസ്പേർഷൻ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഈ ലൈറ്റിന്റെ തന്നെ പല കളറുകളായിട്ട് മാറാൻ കഴിയുന്ന ആ ഒരു കഴിവിലൂടെ തന്നെ നമുക്ക് ലൈറ്റിന്റെ ഡിസ്പേർഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ഈ കളറുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയും അവരെ തമ്മിൽ മിക്സ് ആവാതെ ഒരു ഡിപ്രസിംഗ് മീഡിയത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യും. The glass slab is not suitable for observing dispersion as a ray of emergent beam are very close and parallel to the incident beam. Figure 21.1. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് സ്ലാബ് എടുത്തിട്ടുണ്ട്, അതിലൂടെ നമ്മളൊരു ലൈറ്റ് കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് തന്നെ സെപ്പറേറ്റബിൾ ആകുന്നത് കണ്ടോ നിങ്ങൾ? രണ്ടെണ്ണമായിട്ട് മാറുന്നുണ്ട്. ഒരു വരുന്നത്, പക്ഷെ അത് രണ്ടായിട്ട് അവിടെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഹിൻഡ്രൻസ് മൂലമാണ്. അപ്പോ ന്യൂട്ടൺ ഒരു പ്രിസം ഉപയോഗിച്ചിട്ടാണ് ഈ ലൈറ്റിന്റെ ഇത്തരത്തിലുള്ള ഡിസ്പേർഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഒരു പ്രിസം ഉപയോഗിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രിസമാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിച്ചത്. അതായത് ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ ഒരു പ്രിസത്തിന്റെ ഒരു സൈഡിൽ ചെന്ന് പതിച്ച് കഴിയുമ്പോൾ അത് സ്പ്ലിറ്റ് ആയി പല കളറുകളായിട്ട് മാറും. ആ കളർ പാച്ചസിനെ നമുക്ക് പിന്നീട് സ്ക്രീനിൽ കാണാനായിട്ട്
സാധിക്കും. അതായത് AC-യിലെ ഫേസ് ഇൻക്രീസ് ചെയ്ത് അവര് AB-യിൽ എത്തുമ്പോ സെപ്പറേറ്റഡ് ആവുന്നുണ്ട്. AB കണ്ടോ, AB-യിൽ എത്തിക്കഴിയുമ്പോ അവര് സെപ്പറേറ്റഡ് ആവുന്നു പലതായിട്ട്. ഇപ്പൊ RYB ഒക്കെ കണ്ടോ, വിബ്ജിയോറിന്റെ ഒരു യെല്ലോ, റെഡ് ആൻഡ് വയലറ്റ് ആയിട്ട് മാറുന്ന ഒരു രീതിയാണ് അവിടെ കാണിക്കുന്നത്. Violet, indigo, blue, green, yellow, orange and red. The wavelength traveling with different speeds are refracted through different angles and are thus separated. Appo dispersion definition തന്നെയാണ്. പിന്നെ അത് ഇനി വേണ്ട. അതിലെ MR and MV responding to the red and violet light respectively. These colors on screen produces the spectrum. MR എന്താണ്, റെഡ് വയലറ്റ് ആണ് കാണിക്കുന്നത്. ഇതിലെ PQN എന്ന PQN കണ്ടോ, ഒറ്റ സ്ട്രെയിറ്റ് ലൈറ്റ് ആണ്, പക്ഷെ അങ്ങനെ പോയില്ല. PQN ആയിട്ട് അത് പോയില്ല, പകരം PQR PQY അങ്ങനെയാണ് പോയത്. അപ്പോ PQN MR MV ഒക്കെ ആയപ്പോ അത് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ബെൻഡിങ് ആംഗിൾ ബിറ്റ്വീൻ എമർജന്റ് റേ ആൻഡ് ഇൻസിഡന്റ് റേ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. വരുന്ന റേയും ഉണ്ടാകുന്ന റേയും തമ്മിലുണ്ടാകുന്ന ആംഗിൾ അല്ലെങ്കിൽ അതിനിടയിലുള്ള ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കും. അതും ഒന്ന് വരച്ച് വെച്ചേക്കണം. അത് ചിലപ്പോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡിസ്പേർഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളൂ. ഇനി അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ഇതൊക്കെ പ്രിസത്തിലൂടെ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഒരു ഫോർമുല അനുസരിച്ചിട്ട് തന്നെയാണ് ഈ ടെക്സ്റ്റിൽ പോകുന്നത്. അതിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു വേർഡ്സ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ട് ആ വേർഡ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഡീവിയേഷൻ, എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, നിങ്ങൾ സ്വയം മനസ്സിലാക്കി വെക്കണം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അത് അർത്ഥം മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, അതിന് മുമ്പ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതും ഒരു PQ എന്ന ലൈൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ വരുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആവുന്നു എന്നുള്ള സെയിം എക്സ്പെരിമെന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിസത്തിലൂടെയുള്ള റിഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. അവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്രിസത്തിന്റെ ആംഗിൾ ക്യാപിറ്റൽ ലെറ്റർ എയുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ, അതായത് ആംഗിൾ MDR എന്ന് പറയുന്നത് ഡെൽറ്റയ്ക്ക് തുല്യമായിട്ട് വന്നാൽ എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് ദി ട്രയാംഗിൾ QDR നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ DQR പ്ലസ് ആംഗിൾ DRQ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ഇക്വേഷൻ വരുമ്പോൾ അത് 180 ആയിട്ട് എടുക്കും. അത്ര അറിഞ്ഞാൽ മതി. നിങ്ങൾ കൂടുതൽ അത് ഇട്ട് കൊളാക്കണമെന്നില്ല, കാരണം അങ്ങനെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റണമെന്നില്ലല്ലോ. ദ ടോട്ടൽ ആംഗിൾ വിൽ ബി 180. എന്നിരുന്നാൽ QR എന്ന ആംഗിളില് അത് 3 എണ്ണം ചേരുമ്പോൾ മാത്രമാണ് 180 ആവുന്നുള്ളൂ. Then റിസൾട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ we will get angle I plus angle E അല്ലെങ്കിൽ ലീറ്റ എന്തായി മാറുന്നു? ആംഗിൾ A plus ഡെൽറ്റ ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചുകൊണ്ട് ഇനി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനിൽ എന്താണ്? പൊസിഷൻ ഈസ് ഓൺലി 1 വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തട്ടുന്നതിന്റെ 1 വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആംഗിൾ ഇ എന്ന് പറയുന്നത് ആംഗിൾ ഐക്ക് തുല്യമാണെങ്കിൽ നമ്മൾ 5th ഇക്വേഷൻ യൂസ് ചെയ്ത് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ലൈറ്റ് റേന്റെ റിവേഴ്സിബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ R എന്ന ഇതിലേക്ക് വരും. ആംഗിൾ R ഈസ് ഈക്വൽ ടു R2 ഈക്വൽ ടു R, R1 ഈസ് ഈക്വൽ ടു R2 ഈക്വൽ ടു R. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ എയിലേക്ക് കൊടുക്കാം. ആംഗിൾ A by 2. Refractive index of material of the prism is therefore given by nu is equal to എന്താണ്? sin A plus delta m by 2 by sin A by 2. നിങ്ങൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ചിലപ്പോ കംപ്ലീറ്റ് എഴുതാനൊന്നും ചോദിക്കില്ല. അപ്പൊ ഈ ഒരു ഫൈനൽ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ബോക്സിൽ ഇട്ട് വെച്ചേക്കാം. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്നുള്ളത് മാത്സ് ഫോളോയിങ്ങിലെങ്കിലും വരയ്ക്കാനൊന്ന് അറിഞ്ഞിരിക്കുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ.
ഇനി അതിലേത് the angle between ray of any two colors, രണ്ട് കളറുകൾക്കിടയിൽ വരുന്ന രണ്ട് കളറുകളുടെ റേക്ക് ഇടയിൽ വരുന്ന ആംഗിൾ ആണ്, അതിനെ നമ്മൾ ആംഗുലാർ ഡിസ്പേർഷൻ, ആ കളറുകൾക്കിടയിലെ ആംഗുലാർ ഡിസ്പേർഷൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി വി ഡി ടി എടുത്തു. ഇപ്പോ നമ്മൾ വയലറ്റും റെഡും ആണ് എടുക്കുന്നതെങ്കിൽ അവർക്കിടയിലുള്ള ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ മൈനസ് ഡി ആർ ആണ്. ഡി വി മൈനസ് ഡി ആർ ആണ്. അതിനെ നമുക്ക് തീറ്റ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഏതെങ്കിലും രണ്ട് നിറങ്ങളുടെ രശ്മികളുടെ കോണുകൾ തമ്മിലുള്ള വ്യത്യാസം ആ രണ്ട് നിറങ്ങൾ തമ്മിലുള്ള ആംഗുലാർ ഡിസ്പേർഷൻ ആയിരിക്കും. നമ്മൾ വയലറ്റിന്റെയും റെഡിന്റെയും എടുക്കുന്നത്. ഡി വിയും ഡി ആറും ആയിട്ട് എടുത്താൽ തീറ്റ ഇസ് ഈക്വൽ ടു ഡി വി മൈനസ് ഡി ആർ ആണ്. ഇനി പവർ ആണ് കാണാൻ പറയുന്നതെങ്കിൽ ഡിസ്പേഴ്സീവ് പവർ. ഡിസ്പേഴ്സീവ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ റേഷ്യോ ഓഫ് ആംഗുലാർ ഡിസ്പേർഷൻ ടു ദ മീൻ ഡീവിയേഷൻ. ആംഗുലാർ ഡിസ്പേർഷനും മീൻ ഡീവിയേഷനും തമ്മിലുള്ള അനുപാതത്തിനെയാണ് ഡിസ്പേഴ്സീവ് പവർ. അതും അവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. അപ്പോ ഒമേഗയാണ് പവറിനെ കാണിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി വി മൈനസ് ഡി ആർ ബൈ ഡി വൈ. ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ പ്രിസത്തിന്റെ ആവറേജ് വേവ് ലെങ്ത് ആണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിലെ ഇമ്പോർട്ടന്റ് വരുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. അത് അറിഞ്ഞിരിക്കണം. ഡിസ്പേർഷൻ പോലെ തന്നെ ഈ ഒരു ടേമും ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പേർഷൻ സ്കാറ്ററിംഗ് ഒക്കെയാണ് മാറ്റിയും മറിച്ചൊക്കെ ആയിട്ട് അവര് ചോദിക്കാം. അപ്പൊ എന്താണ് സ്കാറ്ററിംഗ്? അതായത് അന്തരീക്ഷത്തിൽ നമുക്കറിയാം നമ്മുടെ എയറിനുള്ളിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസില് തട്ടി വരുന്ന പ്രകാശരശ്മികൾക്ക് വിഘടനം സംഭവിക്കുന്ന പ്രതിഭാസത്തിനെയാണ് സ്കാറ്ററിംഗ് എന്ന് നമുക്ക് പറയാം. അതായത് in which light rays get deviated from its straight path on striking an obstacle like dust or gas molecule, water vapor etc. നമ്മുടെ വെട്ടം വന്നിട്ട് ഒന്നെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്മേ അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾമേ അങ്ങനെ എന്തെങ്കിലും തട്ടി തിരിച്ചു പോകുന്ന ആ ഒരു പ്രതിഭാസം, അതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സൂര്യന്റെ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റിന്റെ സ്കാറ്ററിംഗ് കൊണ്ടാണ് നമ്മൾ ആകാശം നീലയായിട്ട് കാണുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് why it appears the sky in blue color എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? it is due to scattering. അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സ്കാറ്ററിംഗ് ആണ്. അതുപോലെ തന്നെ the light of shorter wavelength is scattered much more than light of a larger wavelength. ഒരുപാട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനേക്കാളും ചെറിയ വേവ് ലെങ്ത് ഉള്ളതിന്റെയാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യുക. അതുകൊണ്ടാണ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ പ്രീഡോമിനേറ്റ്. സിമിലർലി നമ്മൾ അധികം വെള്ള കളർ if we viewed from moon the sky will appear to be black. നമ്മൾ ചന്ദ്രനിൽ നിന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ആകാശം കറുത്തിരിക്കും. കാരണം മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ ആൻഡ് there will be no scattering. എന്തില്ല? മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല, ചന്ദ്രന് ചുറ്റും അന്തരീക്ഷമില്ല. അതുകൊണ്ട് അവിടെ വിഘടനം സ്കാറ്ററിംഗ് സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മൂണിൽ നിന്ന് നോക്കുമ്പോൾ സ്കൈ ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബേസിക് നോളജും ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. വൈറ്റ് ലൈറ്റ് ഓഫ് ക്ലൗഡ്സ് ഏതെങ്കിലും ഒന്നെടുത്ത് ചോദിക്കാം. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് 22. ഓടിച്ചിട്ട് പോണം, തീർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ഇനി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ദിവസം ഇരുന്ന് കുറച്ച് പോർഷൻ ആയിട്ട് എടുക്കുന്നത് തീർക്കുക കേട്ടോ. അപ്പൊ 22 കൂടി ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ. വേവ് ഫിനോമിനൻ ആൻഡ് ലൈറ്റ്, അതും ഇതുപോലെ കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ സമയം വേണോ? 2 എണ്ണം മതിയില്ല. ഇന്ന് 19th കുറച്ചുകൂടി ഉണ്ട്. 22nd നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. ഓടിച്ചിട്ട് പോയിട്ടും കാര്യമില്ലല്ലോ, നിങ്ങൾ പഠിക്കുന്നതിലല്ലേ കാര്യം. നിങ്ങൾ ഇന്ന് 19th ചാപ്റ്റർ ബാലൻസ് പോർഷനും വായിച്ചു നോക്കണം. 21ഉം നിങ്ങൾ തീർക്കണം കേട്ടോ. ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് ഗൈഡ് ആണെങ്കിൽ ഗൈഡിൽ നിന്ന് മാത്രം ആണെങ്കിലും
പഠിച്ചു വെക്കണം. സമയമില്ല, എല്ലാവർക്കും നന്നായിട്ട് തന്നെ മോഡൽ എഴുതാൻ പറ്റണം. എന്നാലെയാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം കറക്റ്റ് ആയിട്ട് നല്ലപോലെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു എവരിവൺ.